ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 17 ശ്രദ്ധാവിഭാഗങ്ങൾ. ശ്ലോകം 10. യാദയാമം ഗദരസം പൂതിപര്യുഷിതം ചയത് ഉച്ഛിഷ്ടമപി ചാമീഥ്യം ഭോജനം താമസപ്രിയം. വിവർത്തനം: 3 മണിക്കൂറിന് മുമ്പ് പാകം ചെയ്തതും സ്വാദ് നഷ്ടപ്പെട്ടതും ദുർഗന്ധമുള്ളതും ഉച്ഛിഷ്ടവും തൊടാൻ കൊള്ളാത്തതുമായ ഭക്ഷണങ്ങളെയാണ് താമസ സ്വഭാവികൾ ഇഷ്ടപ്പെടുന്നത്. ഭാവാർത്ഥം: ആയുസ്സും മനഃശുദ്ധിയും കായബലവും വർദ്ധിപ്പിക്കലാണ് ആഹാരത്തിൻ്റെ ഉദ്ദേശ്യം. പണ്ടുതന്നെ പാലും അതിൻ്റെ ഉപോത്പന്നങ്ങളും അരി, ശർക്കര, ഗോതമ്പ്, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയെ ദീർഘായുസ്സിനും ആരോഗ്യത്തിനും ഏറ്റവും അധികം ഉതകുന്ന ഭക്ഷ്യങ്ങളെന്ന നിലയിൽ അഭിജ്ഞന്മാർ അംഗീകരിച്ചിട്ടുണ്ട്. സ്വാത്വിക പ്രകൃതിയുള്ളവർ ഇഷ്ടപ്പെടുന്നതും ഇവയെ തന്നെ. വേവിച്ച ചോളം, ശർക്കര മുതലായ മറ്റു ചിലതും അത്രയും സ്വാദുള്ളവയല്ലെങ്കിലും പാലോ വേറെ ഏതെങ്കിലും ആഹാരമോ ചേർത്താൽ രുചികരമാക്കാം. അപ്പോൾ അവ സാത്വിക ആഹാരങ്ങളാകുന്നു. പ്രകൃത്യാ ശുദ്ധാഹാരങ്ങളാണിവ. മാംസം, മദ്യം തുടങ്ങിയ അസ്പർശ്യങ്ങളായ ഭക്ഷ്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തങ്ങളാണ് ഈ സാത്വിക ആഹാരങ്ങൾ. സ്നിഗ്ധങ്ങളെന്ന് 8-ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ള കൊഴുപ്പുള്ള ആഹാരങ്ങൾക്ക് പ്രാണിഹിംസ ചെയ്ത് നേടുന്ന മൃഗക്കൊഴുപ്പുമായി ബന്ധമില്ല. ഉത്തമാഹാരമായ പാലിൽ നിന്ന് മൃഗക്കൊഴുപ്പ് വേണ്ടത്ര കിട്ടും. പാൽ, വെണ്ണ, പാൽക്കട്ടി മുതലായവയിലൂടെ മൃഗക്കൊഴുപ്പ് ലഭ്യമാണെന്നിരിക്കെ നിരപരാധികളായ ജീവികളെ ഹിംസിക്കേണ്ടുന്ന ആവശ്യമേയില്ല. ക്രൂരത കൊണ്ട് മാത്രമാണ് ഈ ഹിംസ തുടർന്നു പോരുന്നത്. പാലിലൂടെ കൊഴുപ്പ് നേടുകയത്രേ സംസ്കാര സമ്പന്നർക്ക് അനുയോജ്യമായ മാർഗം. ജന്തുഹിംസ മനുഷ്യോചിതമല്ല. പയറ്, പരിപ്പ്, തവിട് പോകാത്ത ഗോതമ്പ് ഇവയിൽ നിന്ന് പ്രോട്ടീനും ആവശ്യം പോലെ കിട്ടും. കയ്പുള്ളതോ ഉപ്പുരസവും എരിവും ചൂടും കൂടുതലുള്ളതോ ആയ ഭക്ഷ്യങ്ങൾ രാജസാഹാരങ്ങളാണ്. അവ ആമാശയത്തിലെ ശ്ലേഷ്മത്തെ വരട്ടി പലതരം രോഗങ്ങളുണ്ടാക്കും. താമസാഹാരങ്ങൾ മുഖ്യമായി പഴക്കം തട്ടിയവയാണ്. പാകം ചെയ്ത് 3 മണിക്കൂർ കഴിഞ്ഞാൽ പഴകിയെന്ന് കണക്കാക്കാം. ഭഗവത് പ്രസാദത്തിൻ്റെ കാര്യത്തിൽ ഈ തീർപ്പ് ബാധകമല്ല. പഴകുമ്പോൾ ആഹാരത്തിനൊരു ദുർഗന്ധമുണ്ടാകുന്നു. താമസ സ്വഭാവികളെ ആകർഷിക്കുകയും സാത്വികർക്ക് വെറുപ്പുണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഈ ഗന്ധം. ഭഗവാന് നിവേദിച്ചതോ ഒരു മഹാമനുഷ്യൻ്റെ, വിശേഷിച്ച് ഒരു ആധ്യാത്മിക ആചാര്യൻ്റെ ഭക്ഷണത്തിനായി തയ്യാറാക്കിയതോ ആയ ആഹാരത്തിൽ ശേഷിച്ചത് ഭക്ഷിക്കുന്നതിൽ തെറ്റില്ല. മറ്റു വിധത്തിൽ ഉച്ഛിഷ്ടം ഭക്ഷണയോഗ്യമല്ല, താമസാഹാരമാണ്. അത് കഴിക്കുന്നത് രോഗത്തിന് വഴിവെക്കുകയും ചെയ്യും. അത്തരം ഭക്ഷ്യങ്ങൾ താമസ സ്വഭാവികൾക്ക് വളരെ ഹൃദ്യങ്ങളായി തോന്നാമെങ്കിലും സാത്വികർക്ക് വെറുപ്പുണ്ടാക്കും. അവയെ തൊടാൻ പോലും സാത്വിക പ്രകൃതിയുള്ളവർ മടിക്കും. ഭഗവാന് ഭക്തിപൂർവം നിവേദിച്ചതിൻ്റെ ഉച്ഛിഷ്ടമാണ് സർവോത്തമമായ ആഹാരം. ഭക്തിപൂർവം നൽകുന്ന ധാന്യവും പച്ചക്കറികളും പാലുമെല്ലാം താൻ സ്വീകരിക്കുമെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. പത്രം, പുഷ്പം, ഫലം, തോയം എന്നിങ്ങനെ. എന്നാൽ പ്രേമവും ഭക്തിയുമാണ് ഭഗവാന് സ്വീകാര്യമായത്. ഒരു സവിശേഷ രീതിയിൽ തയ്യാറാക്കേണ്ടതാണ് പ്രസാദമെന്ന് പറയപ്പെടുന്നു. ശാസ്ത്രപ്രോക്തമായ വിധത്തിൽ തയ്യാറാക്കിയതും കൃഷ്ണന് നിവേദിച്ചതുമായ ഏതു ഭക്ഷണവും തികച്ചും ആധ്യാത്മികമായതിനാൽ ഏറെക്കാലത്തിന് ശേഷവും ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് ആഹാരത്തെ രോഗാണുരഹിതവും സംശുദ്ധവും എല്ലാവർക്കും ആസ്വാദ്യകരവുമാക്കുവാൻ വേണ്ടി ഭഗവാന് നിവേദിക്കണം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.